അസ്സലാമു അലൈക്കും ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മുടെ ഇവിടെ ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് ഈ ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ട്. നിങ്ങൾ ഈ തമ്പനയിൽ കണ്ട പോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ആളുകളൊക്കെ ഫസ്റ്റ് ഇവിടെ വന്നിരുന്നിട്ട് പറയുന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് മൂത്ര തടസ്സമായിരിക്കും. അധികം ആളുകൾക്കും മൂത്രം മൂത്രമൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മൂത്രം വരാനുള്ള ബുദ്ധിമുട്ട്, രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊക്കെ എണീറ്റിട്ട് ഉറക്കം ബുദ്ധിമുട്ടിലാവുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് ആളുകൾ വരാറുള്ളത്. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ, ഇവിടെ വരുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്താൽ ഒരുവിധമൊക്കെ നമുക്കത് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. ഇനി വരാൻ സാധ്യതയുള്ളവർക്ക് ഇതിനി വലിയ വലിയ ഗ്രേഡിലേക്ക് പോകാതെ നമുക്ക് നിർത്താനുള്ള കുറച്ച് കാര്യങ്ങളും ടിപ്സും ഉണ്ട്. ആ ഒരു സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ വീക്കെന്നും എപ്പോഴൊക്കെയാണ് ഇത് ക്യാൻസറിലേക്ക് മാറുന്നത്, എത്ര ശതമാനം ആവുന്നുണ്ട്, ഇത് ക്യാൻസർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പല ആളുകൾക്കും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ ജനിക്കുമ്പം തന്നെ നമ്മളെ ശരീരത്തിലുള്ള ഒരു സാധനമാണ്. ആ ഗ്രന്ഥി വീങ്ങുന്നത് ഒരു പ്രത്യേക പ്രായത്തിലാണെന്നുള്ളതാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു പ്രായപൂർത്തിയൊക്കെ ആയി കഴിയുമ്പോൾ ഇതിങ്ങനെ വീങ്ങാൻ തുടങ്ങും. ആ വീങ്ങാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അത് നിൽക്കുകയും ചെയ്യും. ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ ഈ വീക്കം നിൽക്കും, പിന്നെ അത് വീങ്ങുന്നില്ല. ഒരു 20 ml ഒക്കെ സൈസിൽ എന്ത് ചെയ്യും, അതിങ്ങനെ കറക്റ്റായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇതിന് രണ്ടാമതും വളരുന്നൊരു പ്രായമുണ്ട്, അതാണ് 40-45 വയസ്സ്. ആ പ്രായം കഴിയുമ്പോൾ രണ്ടാമത് വീങ്ങാൻ തുടങ്ങും. ഈ വീങ്ങുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളിലൊക്കെ പിന്നെ ഇങ്ങനെ കാണിച്ചു തുടങ്ങുക. അപ്പോൾ ഇത് വീക്കം ഫസ്റ്റ് തന്നെ ചെറുതായിട്ട് വീങ്ങുമ്പോൾ തന്നെ എന്തുണ്ടാവില്ല, പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷേ കുറച്ച് നല്ല രീതിയിൽ വീങ്ങി തുടങ്ങുമ്പോൾ അത് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കി തുടങ്ങുകയും ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇങ്ങോട്ട് നോക്കി, ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ട പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ വേറൊരു പിക്ചറാണിത്. ഇതിൽ നോക്കി, ഇത് നമ്മളെ മൂത്രസഞ്ചി, അവിടെ നിന്ന് ഇങ്ങനെ മൂത്രം ഇങ്ങനെ വരും, എന്നിട്ട് ഇത് ഇങ്ങനെ ഒഴിച്ചിട്ട് പോകും. അപ്പോൾ ഇതിൽ ഈ മൂത്രസഞ്ചിയിൽ നിന്ന് വരുന്ന ഈ മൂത്രപ്പഴുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ആയിട്ടാണ് നമ്മൾ ഈ ഗ്രന്ഥി, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെ മുറിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഇതിങ്ങനെ വീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിക്കാൻ പോകുന്നത്, വീങ്ങി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിങ്ങനെ വീങ്ങി കഴിഞ്ഞാൽ ഇതിങ്ങനെ വീങ്ങുമ്പോൾ, ഉള്ളിലേക്ക് വീങ്ങുമ്പോൾ ഈ ഒരു നാളത്തിനെ അത് അമർത്തുമ്പോൾ അതിലൂടെ മൂത്രം ശരിക്ക് പോകില്ല. അതാണ് അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ശരിക്കും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. വളരെ ചുരുക്കം ആളുകളിൽ ഇത് ക്യാൻസറായിട്ട് മാറാറുണ്ട്. അപ്പോഴും വേറെ രീതിയിലാണ് ലക്ഷണങ്ങൾ കാണിക്കുക. അപ്പോൾ ആദ്യം നമുക്കിത് വീങ്ങി തുടങ്ങുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെ പറയാം. ആദ്യം തന്നെ അനുഭവപ്പെടുക മൂത്രം പോകാനുള്ള തടസ്സം. അതുവരെ സ്മൂത്തായിട്ട് നല്ല സ്പീഡിൽ മൂത്രം പോയിക്കൊണ്ടിരുന്ന ആൾക്ക് മൂത്രം വന്ന് കിട്ടാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ മൂത്രം വരുമ്പോൾ അതിൻ്റെ പവർ കുറയുക, വീഴുന്നതിൻ്റെ പവർ കുറയുക, മെല്ലെ വരുന്നുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് മാറുക എന്നുള്ള ഫസ്റ്റ് കാണിക്കാം. പിന്നെ അടുത്ത സ്റ്റേജിലേക്കൊക്കെ കയറുമ്പോഴാണ് ഈ രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊക്കെ മുട്ടുന്നൊരവസ്ഥ. ഷുഗറാണെന്ന് കരുതിയിട്ട് നമ്മൾ വീട്ടിലിങ്ങനെ തന്നെ ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് കൊണ്ട് നടക്കും. പക്ഷേ ഷുഗറിൻ്റെ കാരണം കൊണ്ട് മാത്രമല്ല ഇത് വരിക. കുറച്ചും കൂടി അങ്ങോട്ട് എത്തുമ്പോഴാണ് മൂത്രം ബ്ലോക്ക് ആവുന്ന അവസ്ഥ, തീരെ പോരൂല മൂത്രം. ആ ഒരവസ്ഥയ്ക്ക് പിന്നീട് അത് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ലക്ഷണങ്ങൾ എന്ത് ചെയ്യും, ഈ രീതിയിൽ കാണിച്ചു തുടങ്ങും. പ്രോസ്റ്റേറ്റ് വീങ്ങിക്കണോ കണ്ടുപിടിക്കാൻ നമുക്ക് USG സ്കാനിങ് ആണ് എടുക്കേണ്ടത്. നിങ്ങൾ പോയിട്ട് ഒരു സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രോസ്റ്റേറ്റ് എത്ര വീങ്ങിയിട്ടുണ്ട്, ഗ്രേഡ് 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ എന്നൊക്കെ നമുക്ക് കറക്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകാം. പക്ഷേ ഇവിടെ ക്യാൻസർ ആണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും ഈ USGയിൽ പറ്റാറില്ല, സ്കാനിങ്ങിൽ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് PSA എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കിയാൽ അതിൽ 0 മുതൽ 2 വരെയാണെങ്കിൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങളൊരു 4, 5, അത് മാക്സിമം 8ൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. ക്യാൻസർ ആണോ എന്ന് എല്ലാം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം. അതല്ലാതെ നമ്മൾ ലക്ഷണങ്ങൾ മാത്രം നോക്കിയിട്ട് ഇത് പ്രോസ്റ്റേറ്റ് വെറുതെ വീങ്ങിയതാണ്, അതല്ല ക്യാൻസർ ആണോ എന്ന് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. എങ്കിലും മൂത്രത്തിൽ രക്തം വരിക, അതുപോലെ ശുക്ലത്തിൽ രക്തം കാണുക, ഒരു കാരണവും ഇല്ലാതെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഈ 6 മാസത്തിനകത്ത് തന്നെ 6 കിലോ ഒറ്റയടിക്ക് കുറഞ്ഞിട്ടുണ്ട്. വയറിന്റെ അടിഭാഗത്തായിട്ട് ഒരു ഡിസ്കംഫർട്ട്, ഒരു വല്ലായ്മ ഫീൽ ചെയ്യുക, പുറം വേദന, നടുവേദന നന്നായിട്ട് കൂടുക, ഉദാഹരണക്കുറവ് നന്നായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ട് ഇത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തണം.
ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അത് ഇനി വലിയ വലിയ ഗ്രേഡിലേക്ക് മാറാതിരിക്കാനും വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ മൂത്രം പിടിച്ചു വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. മൂത്രം ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിച്ച് കൊടുക്കുക. കാരണം നിങ്ങൾ മൂത്രമൊഴിക്കാതെ പിടിച്ചു വെച്ചാൽ നമ്മളെ ബ്ലാഡറിന് അത് പ്രശ്നം വരും, ബ്ലാഡറിന് വീക്ക്നെസ് വരും. പിന്നെ ഈ മൂത്രം ഒരിക്കലും പുറത്തേക്ക് കൂടുതൽ പോകാതെ അവിടെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയിലേതൊക്കെ അത് മാറും. അപ്പോൾ 2 മണിക്കൂർ ഇടവിട്ടൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മൂത്രമൊഴിച്ച് കൊടുക്കുക. രണ്ടാമതായിട്ട് ചായയും കാപ്പിയും കൊക്കക്കോള, പെപ്സി പോലത്തെ കഫീൻ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കുടിക്കുന്നത് നല്ല രീതിയിൽ കുറയ്ക്കുക. കുടിക്കാതിരിക്കാൻ ഏറ്റവും ബെറ്റർ. അങ്ങനെ കുടിച്ചാൽ നമ്മൾ മൂത്രത്തിൻ്റെ അളവ് കൂടും. അപ്പോൾ നിങ്ങൾ ഈ മൂത്രത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നല്ല രീതിയിൽ അനുഭവപ്പെടാൻ തുടങ്ങുന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ടെക്നിക്കാണ് ഡബിൾ വോയിഡിങ് ടെക്നിക്ക് എന്ന് പറയും. അതായത് നമ്മൾ മൂത്രമൊഴിക്കാൻ ചെന്നിരുന്നു, മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് എണീറ്റ് പോരാണ്ട് ഒരു അര മിനിറ്റ്, ഒരു 20-30 സെക്കൻഡ് അവിടെ തന്നെ ഇരിക്കുക. എന്നിട്ട് ഒന്നും കൂടെ മൂത്രത്തിന് വേണ്ടിയിട്ടൊന്ന് പ്രഷർ കൊടുക്കുക ചെറിയ രീതിയിൽ. അപ്പോൾ കുറച്ചും കൂടെ മൂത്രം നല്ല രീതിയിൽ പോന്ന് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി കുറയും എന്നുള്ളതാണ് കേട്ടോ. അത് പ്രത്യേകിച്ചും രാത്രിയിൽ മൂത്രമൊഴിക്കാൻ പോകുമ്പോഴൊക്കെ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ നാലാമത്തെ കാര്യം ഒരു എക്സസൈസാണ്, കീഗൽ എക്സസൈസ് എന്ന് പറയും. ആ എക്സസൈസ് വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കും. ആ എക്സസൈസ് വളരെ യൂസ്ഫുള്ളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇല്ലാത്ത ആളുകളിനെ അത് ചെയ്തോട്ടെ. എന്നാൽ ഭാവിയിൽ പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ട് വരാതിരിക്കാനും ഇപ്പോൾ ഗ്രേഡ് 1, 2, 3 ഒക്കെ ഉള്ള ആളുകൾക്കും ഗ്രേഡ് 1 അടുത്ത സ്റ്റേജിലേക്ക് മാറാതിരിക്കാനും ഈ ഒരു എക്സസൈസ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് പല പഠനങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നൊരു വിഷയമാണ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ വീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഒരു മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോമിയോപ്പതിയിലും മറ്റ് ഫുഡ് സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് ഇതിന് അവൈലബിൾ ആണ്. ആ രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് ഇത് മാറ്റിയെടുക്കാവുന്നതുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, ശ്രേയ ഹെൽത്ത് കെയർ, പൂക്കോട്ട്, മലപ്പുറം.